നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലക്ഷ്മി ദേവി വസിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലത്തിന്റെ വേരുകൾ എന്നറിയപ്പെടുന്ന ഈ 5 വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുന്നത് വഴി ധനനഷ്ടമുണ്ടാവുകയും കൂടാതെ വളരെ വലിയ ദാരിദ്ര്യം വന്നു ചേരുന്നതുമാണ്. ഈ 5 വസ്തുക്കൾ ഏതെല്ലാമാണെന്നും ഈ വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ എങ്ങനെയാണ് വലിയ ദാരിദ്ര്യത്തിനും വീട്ടിലെ സുഖ സൗകര്യങ്ങൾക്കും സമാധാനത്തിനും പലതരത്തിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനും കാരണമാകുന്നത് എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലക്ഷ്മി ദേവി വസിക്കുന്ന 5 വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ 5 വസ്തുക്കളും നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ അതിലൂടെ ലക്ഷ്മി ദേവി സ്വയം ഈ വസ്തുക്കളോടൊപ്പം വീട്ടിൽ നിന്നും പടിയിറങ്ങി പോകുന്നതാണ്. ലക്ഷ്മി ദേവി സമ്പത്തിന്റെ ദേവി മാത്രമല്ല, പരിശുദ്ധി, മര്യാദ, ഒരു കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ എന്നിവയുടെ ശക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ 5 വസ്തുക്കൾ അറിഞ്ഞോ അറിയാതെയോ പോലും മറ്റുള്ളവർക്ക് കൈമാറുവാൻ പാടില്ല. ഇനി ഈ 5 വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി നമ്മുടെ വീട്ടിലെ അടുപ്പിലെ ചാരമാണ്. അടുപ്പിലെ ചാരം വീടിന്റെ ഭക്ഷണത്തിന്റെയും അഗ്നിയുടെയും പ്രതീകമാണ്. ഇത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ വീടിന്റെ പുരോഗതി അല്ലെങ്കിൽ ഉയർച്ച നിലച്ചു പോകുകയും വീട്ടിലെ ലക്ഷ്മി ദേവി പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക പേരും ഗ്യാസ് അടുപ്പിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. എങ്കിലും പഴയ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ഒട്ടുമിക്ക വീടുകളിലും വിറകടുപ്പും ഉണ്ടാകും. അങ്ങനെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവർ നമ്മുടെ അടുപ്പിലെ ചാരം അത് നമ്മുടെ ഭൂമിയിൽ തന്നെ ഇടുക. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് അത് നൽകരുത്. ഇനി രണ്ടാമതായി ചൂലാണ്. ലക്ഷ്മി ദേവി വസിക്കുന്ന മറ്റൊരു വസ്തുവാണ് ചൂല്. ഇത് വീടിന്റെ ശുചിത്വത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചൂല് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ ലക്ഷ്മി ദേവി നമ്മുടെ വീട് വിട്ടു പോകുവാൻ അത് കാരണമാകുന്നതാണ്. ഇനി മൂന്നാമതായി കത്തുന്ന വിളക്ക്. കത്തുന്ന വിളക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് കത്തുന്ന നാളമോ വീടിന്റെ പ്രകാശത്തിന്റെയും ആയുസിന്റെയും പ്രതീകമാണ്. ഇത് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ സുഖവും ശാന്തിയും നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നതാണ്. ഇനി നാലാമതായി ഉപ്പാണ്. ഉപ്പ് ബന്ധങ്ങളുടെ മാധുര്യത്തിന്റെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. വീട്ടിലുള്ള ഉപ്പ് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണത്. മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഉപ്പ് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ വീട്ടിൽ കലഹമുണ്ടാകുവാൻ കാരണമാകുന്നതുമാണ്. ഇനി അഞ്ചാമതായി നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, അതൊരു തുണ്ടു തുണിയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് നൽകരുത്. വേണമെങ്കിൽ ആ തുണി മുഴുവനോടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നൽകാം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അധികം ഉപയോഗിക്കാത്ത നല്ലൊരു തുണി അത് അയൺ ചെയ്തപ്പോൾ കുറച്ച് ഉരുകിപ്പോയി, അതൊരു സാരിയാണ്. പക്ഷേ ആ സാരി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു പീസ് എടുത്ത് നിങ്ങൾ ഒരു ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ തുണി ഇനിയും മീതി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തുണി മറ്റൊരാൾക്ക് നൽകരുത്. കാരണം ആ സാരി മുഴുവനായും മറ്റുള്ളവർക്ക് നൽകാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രത്തിന്റെ പാതി മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ വീടിന്റെ ഭാഗ്യം മുറിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തുണികൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ തുണി മുഴുവനായും നൽകാവുന്നതാണ്. അതേത് തുണിയാണെങ്കിലും ശരി. അതല്ലാതെ തുണിയിൽ നിന്നും മുറിച്ച് ഒരു കഷ്ണം മറ്റുള്ളവർക്ക് നൽകരുത്. നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യവും സമ്പത്തും കൂടാതെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും പരസ്പര സ്നേഹവും നിലനിർത്തുന്നതിൽ ഈ 5 വസ്തുക്കളുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ 5 വസ്തുക്കളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ വീട്ടിൽ സമ്പത്തും സമാധാനവും തിരികെ എത്തുന്നതാണ്. സമ്പത്ത് എന്നത് കേവലം സ്വർണത്തിലോ പണത്തിലോ മാത്രമല്ല, മറിച്ച് വീടിന്റെ പരിശുദ്ധിയിലും മര്യാദയിലും കുടുംബത്തിലെ സന്തുലിതാവസ്ഥയിലും അധിഷ്ഠിതമാണത്. ധനം സംരക്ഷിക്കുന്നത് ഒരു തപസ്യ പോലെയാണ്. ഇനി സമൃദ്ധിയെക്കുറിച്ചുള്ള ധാർമ്മിക പാഠങ്ങൾ എന്തെല്ലാമാണെന്നുകൂടി നോക്കാം. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധയും ആത്മനിയന്ത്രണവും, അതായത് സംയമനവും ആവശ്യമാണ്. ഒരു വീടിന്റെ പവിത്രതയിലും ഭക്ഷണത്തിലും ശുചിത്വത്തിലും മര്യാദയിലും ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു. മാത്രമല്ല, ഒരു വീട്ടിലെ 5 നിസ്സാരമെന്ന് കരുതുന്ന വസ്തുക്കൾ മൂലം നമ്മുടെ ഭാഗ്യങ്ങൾ ഇല്ലാതാകുന്നതുമാണ്. ഈ വസ്തുക്കൾ ലക്ഷ്മി ദേവി വസിക്കുന്ന ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലത്തിന്റെ വേരുകളാണ്.
അതുകൊണ്ട് തന്നെ ഈ 5 പവിത്രമായ വസ്തുക്കൾ, അതായത് അടുപ്പിലെ ചാരം, ചൂല്, കത്തുന്ന വിളക്ക്, ഉപ്പ്, തുണിയുടെ ഭാഗങ്ങൾ, അതായത് തുണിയുടെ ഏതെങ്കിലും ഒരു കഷ്ണം, ഇത് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലത്തെ അശുദ്ധമാക്കുന്നതിനും അതുവഴി വീട്ടിൽ നിന്നും ലക്ഷ്മി ദേവി പടിയിറങ്ങി പോകുന്നതിനും അത് കാരണമാകുന്നതാണ്. മാത്രമല്ല, ഈ വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നമ്മുടെ വീടിന്റെ ഐശ്വര്യം, ഉയർച്ചയാണ് അത് തടസ്സപ്പെടുത്തുന്നത്. മാത്രമല്ല, വീട്ടിലെ സുഖവും സന്തോഷവും എല്ലാം തന്നെ ഇല്ലാതായി കലഹങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഇനി ഇതിനെല്ലാം ഉപരി നമ്മുടെ വീടിന്റെ ഭാഗ്യം മുറിഞ്ഞു പോകുന്നതുമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ കഠിനാധ്വാനവും നല്ല പെരുമാറ്റവും പോലെ മര്യാദയുടെ പാലനവും, അതായത് എല്ലാത്തരം മര്യാദകളും കാത്തു സൂക്ഷിക്കുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 5 വസ്തുക്കൾ നൽകരുതെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ മര്യാദ പാലിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ഈ 5 വസ്തുക്കളും നമ്മുടെ വീടിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയും ഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനാൽ അവയെ സംരക്ഷിക്കുന്നത് വീടിന്റെ മൊത്തത്തിലുള്ള ഐശ്വര്യത്തിന്റെ നിലനിൽപ്പിന് അത് കാരണമാകുന്നതാണ്. ലക്ഷ്മി ദേവി വസിക്കുന്ന ഈ 5 വസ്തുക്കൾ മറ്റുള്ളവർക്ക് ദാനമായി നൽകിയാൽ ദാരിദ്ര്യം നിങ്ങളെ പിന്തുടരുന്നതാണ്. മാത്രമല്ല, ധനവും സ്വത്തും നഷ്ടപ്പെടും. മാത്രമല്ല, തീർക്കാൻ സാധിക്കാത്ത തരത്തിൽ കടക്കിണിയിലേക്ക് നിങ്ങൾ വീഴുന്നതാണ്. ഇനി വീട്ടിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുകയും ലക്ഷ്മി ദേവി വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നതോടുകൂടി വീട്ടിൽ നെഗറ്റീവ് എനർജി ബാധിക്കുന്നതുമാണ്. എന്നാൽ ഈ 5 വസ്തുക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ അതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്നതാണ്. ലക്ഷ്മി ദേവി നിരന്തരമായി വീട്ടിൽ വസിക്കുകയും ധനധാന്യങ്ങൾ വീടാകെ നിറയുന്നതുമാണ്. ലക്ഷ്മി ദേവി വസിക്കുന്ന ഈ 5 വസ്തുക്കളും അതിൽ ലക്ഷ്മി ദേവിയുടെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 5 വസ്തുക്കൾക്കും അതിൻ്റെതായ ആത്മീയവും പ്രതീകാത്മകവുമായ പ്രാധാന്യമുണ്ട്. ലക്ഷ്മി ദേവി എവിടെയും സ്ഥിരമായി വസിക്കുന്നില്ല. ലക്ഷ്മി ദേവി പടിയിറങ്ങുമ്പോൾ അഷ്ടൈശ്വര്യങ്ങളുമാണ് പടിയിറങ്ങി പോകുന്നത്. അതുകൊണ്ട് വളരെ നിസ്സാരമെന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന വളരെ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാശത്തിന് ഒരിക്കലും നമ്മൾ തന്നെ കാരണമാവുകയും ചെയ്യരുത്. അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ആകാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സിന് മാത്രമായി വീഡിയോസും ഷോർട്സും ചെയ്യുന്നതാണ്. മെമ്പേഴ്സിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സംശയത്തിന് വളരെ പെട്ടെന്ന് റിപ്ലൈ നൽകാൻ സാധിക്കുന്നതുമാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.